ഹലോ അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണ് വിചാരിക്കും കേട്ടോ. അപ്പോൾ ഇന്നാണ് നമ്മളുടെ പെരുന്തൽമണ്ണ വന്നതാണ് കുഞ്ഞാക്കുൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ, ബാബുവിൻ്റെ വീട്ടിൽ. അപ്പോൾ ഇവിടുന്ന് എപ്പോഴും ഈ ഒരു ചെടി എന്താ പറയുക നമ്മൾ കൊണ്ടുപോകാറുണ്ട്. ഇത് എന്താ പറയുക, പൈൽസിന് നല്ലതാണ്, തലവേദനയ്ക്ക് നല്ലതാണ്, അങ്ങനെ ഒരുപാട് ഉപയോഗമുള്ള മെഡിസിനാണ് ഇത് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വേനൽക്കാലത്ത് പോയി, ഞാൻ ആ സൗദിയിൽ പോയ സമയത്ത് പോയി. അപ്പം ഈ ജസീറ തന്നിട്ട് ഒരു പൊട്ട അവിടെ ഉണ്ട്. അപ്പം അങ്ങനെ മാളുവിൻ്റെ ഫ്രണ്ട് മാളുണ്ടല്ലോ, അവൾ അമ്മായിക്ക് വേണമെന്നാണ്. അപ്പോൾ അതൊന്ന് വായിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത്. ഉണ്ടെങ്കിൽ എല്ലാവരും ഇതിൻ്റെ ഒരു പൊട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി വെക്കണം കേട്ടോ. എന്താ വെച്ചാൽ ഇത് ഭയങ്കര ഫലസത്തായിട്ടുള്ളൊരു മെഡിസിനാണ്. ഇത് ആർക്കും അറിയില്ല തോന്നുന്നുണ്ട്. അപ്പം ജസീറത്താൻ്റെ വീട്ടിൽ ഞാൻ കണ്ടപ്പോൾ ഈ ചെടി ഇവിടെ ഉണ്ടല്ലോ, എൻ്റെ പോയിട്ടുണ്ട് ഒരു കമ്പ് വാങ്ങിക്കാൻ ചെയ്തു. അവർക്കൊന്നും അറിയില്ല അതെന്താ അതിൻ്റെ ഉപയോഗം എന്ന്. എന്താ പറയുക, തലവേദനയ്ക്ക് പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് പരീക്ഷിക്കണമെന്നുണ്ട്. പൈൽസിന് നല്ലതാണ് കേട്ടോ. ചിക്കനൊക്കെ കൂടുതൽ കഴിക്കുന്ന സമയത്തൊക്കെ ഇത് രാവിലെ വെറും വയറ്റിൽ 5 എണ്ണം, അങ്ങനെ 7 എണ്ണം 9 എണ്ണം അങ്ങനെ വെച്ചിട്ടാണ് കഴിക്കുക. പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേരാണ് അയ്യപ്പാന. ഈ ചെടിയെ കുറിച്ച് ചിലർക്കൊന്നും അറിയില്ല കേട്ടോ. ഇതിന്റെ പേര് അതുപോലെ തന്നെ ചില സ്ഥലത്ത് ശിവമൂലി, മൃതസഞ്ജീവനി, വിശല്യകരണി, മുറിമൂട്ടി, അയ്യമ്പാന, ചുവന്ന കയ്യൂന്നി, നാഗപ്പന, നാഗവെറ്റില, വിഷകണ്ടി, വിഷപ്പച്ച, അജവർണ്ണ, അങ്ങനെ ഒരുപാട് പേരിൽ അറിയപ്പെടുന്നുണ്ട്. എനിക്ക് തന്നപ്പം ബാബു പറഞ്ഞത് ഇതിന്റെ പേര് മൃതസഞ്ജീവനി എന്നാണ് കേട്ടോ. അപ്പൊ അയ്യപ്പാന എന്ന് പറഞ്ഞിട്ടും അങ്ങനെയാണ് ഒരുപാട് പേര് ഇതിന്റെ പേര് വിളിക്കുന്നത് കേട്ടോ. ചില വീടുകളിലൊക്കെ ഇത് ഉണ്ട്, പക്ഷെ അവർക്ക് ഇത് എന്താണെന്ന് അറിയില്ല, ഇത് എന്തിനൊക്കെ ഉപകരിക്കാന്ന് അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, പൈൽസിന് നല്ലതാണ് പറഞ്ഞു കേട്ട് ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ട്. അതുപോലെ അതെനിക്ക് ഫലം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ 2 ദിവസം കഴിച്ചപ്പോൾ തന്നെ മാറിയിട്ട് എനിക്ക് പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. കോഴിമുട്ട കഴിക്കുന്ന സമയത്ത്, അതുപോലെ ചിക്കൻ കഴിക്കുന്ന സമയത്തൊക്കെ, കൂടുതൽ കഴിക്കുന്ന സമയത്തൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് കഴിച്ചാൽ മതി. അതുപോലെ പിന്നെ അത് തലവേദനയ്ക്ക് ഇതിന്റെ എല്ലാം നല്ലോണം ഞരടി പിഴിഞ്ഞ് നമ്മൾ നെറ്റിയിൽ പുരട്ടിയാൽ മാറുന്നു പറയുന്നുണ്ട്. അതൊന്ന് പ്രയോഗിച്ച് നോക്കണേ. എനിക്ക് ഉപകരിക്കട്ടെ. ഇത് ഇനി അറിയാത്തവരുണ്ടെങ്കിൽ വീട്ടിലൊന്നും കൊണ്ടുവന്ന് കുഴിച്ചിടണം, നല്ലതാണ്. കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറിച്ചത് എന്തായാലും വീട്ടിൽ ഇവിടെ കുഴിച്ചിടണം. അവിടെ 2 ചെടി ഉണ്ട് കേട്ടോ, പക്ഷെ ഇത് കുറച്ചും കൂടി വലിയ ചെടിയാണ്. കഴിക്കാനും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചെറിയൊരു മെഡിസിൻ ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ പച്ചമരുന്ന് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. പച്ചക്ക് കഴിക്കുന്നതിൻ്റെ ഇല എടുത്തിട്ട് ഇങ്ങനെ ഉണ്ടോ. ഞാൻ രാവിലെ ഫാസ്റ്റിംഗ് വെറും വയറ്റിൽ കഴിച്ചിരുന്നു കേട്ടോ. നല്ലതാണ്. ചെറിയൊരു കയ്പ്പൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ നല്ലതാണ്. പൈൽസിൻ്റെ അസുഖമുള്ളവർക്കൊക്കെ നല്ല പെട്ടെന്ന് മാറും. അതുപോലെ തലവേദനയ്ക്ക് ഞാൻ അങ്ങനെ യൂട്യൂബിൽ അടിച്ചു നോക്കിയപ്പം കണ്ടിട്ടുണ്ട്. ഒന്ന് ഉപയോഗിച്ച് നോക്കണം. എനിക്ക് ഇത്തിരി തലവേദന ഉണ്ട്, അപ്പോൾ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ മെഡിസിൻ ഇങ്ങനെ ജുവൈര്യമായി അവളുടെ അമ്മായി എപ്പോഴും ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഇത് വാങ്ങിച്ച് കൊണ്ടേ കൊടുക്കാമെന്ന് വെച്ച് വന്നതാണ്. അപ്പോൾ ഓക്കെ, എൻ്റെ കുഞ്ഞു വീഡിയോയുടെ അവസാനിക്കാനായിട്ട് ഇനി നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഈ ഒരു മെഡിസിൻ അറിയാത്തവരുണ്ട്, അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.